ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കക്കുരു, ഒരു 5-6 ചക്കക്കുരു, 5-6 കാന്താരി മുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 കൊച്ചുള്ളി, ഒരു മാങ്ങ കഷ്ണം, കുറച്ച് തേങ്ങ. നമുക്കിതും കൊണ്ട് ഇന്നൊരു ചമ്മന്തി അരിക്കണം. ആദ്യം നമുക്ക് ചക്കക്കുരു തൊലി കളഞ്ഞ് വട്ടത്തിലരിഞ്ഞെടുക്കാം. ഞാൻ ചക്കക്കുരു പൊളിച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്, മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, തേങ്ങയുടെ ആവശ്യത്തിനെടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഉള്ളി, കാന്താരി മുളക്. നമുക്ക് തീ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമുക്കൊരൽപ്പം മയത്തിനൊരു എണ്ണ തേച്ച് കൊടുക്കാം. ആദ്യം തീരെ കുറച്ചിട്ട് വെക്കുവാണെങ്കിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്പം എണ്ണ ഒഴിച്ച് നോക്കാം. ആദ്യം നമുക്ക് ചക്കക്കുരു ഇട്ടൊന്ന് വറുത്ത്, അത് ചൂടായി പൊട്ടി വരുന്നുണ്ട്. കാരണം കുറച്ചരിഞ്ഞത് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നിങ്ങൾ കണ്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, കറിവേപ്പില, ഉപ്പും മാങ്ങയും പിന്നെ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതും വറുത്തെടുക്കാം. ചക്കക്കുരുവിന് ഒരൽപ്പം മധുരം ഉണ്ടല്ലേ, അതുകൊണ്ടാണ് കാന്താരി മുളക് ഒരു 5-8 എടുത്തത്. എരിവ് വേണമെന്നുള്ളവർക്ക് ഇതിൽ കൂടുതൽ ഇടാൻ കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ഒപ്പം 2-3 കുരുമുളകും കൂടി ഇടാം. തേങ്ങ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. ചുമന്നിരിക്കണമെന്നുള്ളവർക്ക് കാന്താരി മുളക് ഇടാതെ ഈ സമയത്ത് മൂത്ത് വരുന്ന സമയത്ത് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 2 വത്തലമുളകും ഇട്ട് കൊടുക്കാം. വറക്കുന്ന കൊടുത്ത് വത്തലമുളക് മുഴുവനോടെ ഇട്ട് വറക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ല സ്വാദാണ് വെന്ത് കഴിയുമ്പം കറിവേപ്പില. അത് തേങ്ങയുടെ കൂടെ കിടന്ന് വറക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാങ്ങയും കൂടെ ഒന്ന് ചൂടാക്കിയേക്കാം. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ജലാംശം കൊണ്ട് കുഴഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ ഒന്ന് ചൂടാക്കാം. ഉപ്പും കൂടെ ചേർത്തേക്കാം അല്ലേ, ഉപ്പ് മതിയാവും. തീ ഓഫാക്കാം. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് തണുത്ത് കഴിഞ്ഞിട്ട് അരയ്ക്കുന്നത്. ആദ്യം ചക്കക്കുരു പെറുക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് അരയ്ക്കണം. എന്നിട്ട് വേണം ബാക്കി സാധനങ്ങൾ, ബാക്കി തേങ്ങ, ഉള്ളി, മുളകെല്ലാം പിന്നെ ചേർത്താൽ മതി. നമ്മുടെ ചക്കക്കുരുവൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണം കൈ കൊണ്ട് പെറുക്കിയെടുക്കാം. എന്നാലും ഇനി ഇത് നമ്മുടെ കൈയുടെ ചൂട് ചെല്ലണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു ഉണങ്ങിയ സ്പൂണും കൊണ്ട് ചക്കക്കുരു മാത്രം പെറുക്കിയെടുക്കുക. ചക്കക്കുരു നമ്മളിവിടെ പെറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം, പൊടിച്ചെടുക്കാം. ചക്കക്കുരു പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മാങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരഞ്ഞ് വന്നിട്ടുണ്ട്. അരയുമല്ല, ഇതേ വെളുത്ത വേപ്പിലക്കെട്ടി പോലെ പൊടിഞ്ഞ് വരിക ചെയ്ത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് മാങ്ങ ഇട്ട് അരയ്ക്കാം. കണ്ടോ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ കളറിലെല്ലാം ചുമന്നിരിക്കണമെന്നുള്ളൂ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ ചമ്മന്തി, നല്ല സൂപ്പർ ചമ്മന്തി കേട്ടോ. നമുക്കൊരു ശകലം കഴിച്ച് നോക്കണ്ടേ. ചമ്മന്തി അരച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിപ്പം തേങ്ങയും വറുത്ത ചക്കക്കുരും വറുത്തതാണ്. കേടാകാതൊക്കെ 1-2 ദിവസം ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പോലുമില്ല. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. പ്രഷറുകാർക്കോ ഷുഗറുകാർക്കോ ഒക്കെ കൂട്ടാവുന്ന ഒരു
ചമ്മന്തിയോടെയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം, വീഡിയോ കാണണം, പ്രോത്സാഹിപ്പിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.